അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ കുംഭമാസം 1-ാം തീയതി വെള്ളിയാഴ്ച അഥവാ ഫെബ്രുവരി 13-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഈ കുംഭമാസം പിറക്കുന്ന ഈ ദിവസം തന്നെ 27 നക്ഷത്രക്കാരിൽ വെച്ച് തന്നെ ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും എന്നാൽ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളുമായിരിക്കും തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. മാത്രമല്ല ഈ കുംഭമാസം പിറക്കുന്നതോടെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒട്ടനവധി സുപ്രധാനമായ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവുമെല്ലാം നടക്കുവാൻ പോകുന്ന ഒരു സമയവും കൂടിയാണ് വന്നു ചേരുന്നത്. ഇതിനെല്ലാം പുറമെ ആത്മപരിശുദ്ധിയോടെ ഈശ്വരനോട് ചേർന്ന് നിൽക്കുവാനും കൂടുതൽ ഈശ്വരാധീനത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനും ഏറ്റവും ഉത്തമമായ ഒരു സമയവും കൂടിയാണ് കുംഭമാസം എന്ന് പറയുന്നത്. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരും ഈ കുംഭമാസ പിറവിയിൽ പോലും ജീവിതത്തിലെ ചില പ്രത്യേക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ കുംഭമാസം 1-ാം തീയതി വെള്ളിയാഴ്ച അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ രൂപം കൊള്ളുവാൻ പോകുന്നത് ചന്ദ്രമംഗളയോഗമാണ്. അതിനാൽ തന്നെ പതിവിലും വിപരീതമായ ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും അത് നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിമറിക്കുകയും ചെയ്യും. അപ്പോൾ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച തന്നെ ചന്ദ്രമംഗളയോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയധികം കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പലതും വളരെ നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പലർക്കും ജീവിതത്തിലെ ചില ദുരവസ്ഥകൾ കൊണ്ട് പ്രതീക്ഷകൾ പോലും അസ്തമിച്ച അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് ജനിച്ച നാൾ മുതൽ ജീവിതത്തിൽ വളർന്നു വന്ന ഓരോ കാലഘട്ടത്തിലും പല വിധത്തിലുള്ള ദുരിതങ്ങളുമല്ലാതെ ഒരു വിധത്തിലുള്ള സന്തോഷവും ഇന്നേ വരെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ദൗർഭാഗ്യം നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇപ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധികളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സിൽ വലിയ ഒരു ഭാരവുമായാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം കൊണ്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി ജീവിതത്തിൽ മനസ്സമാധാനം എന്താണെന്ന് അറിയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും പറ്റി ചിന്തിച്ചാൽ കിടന്നാൽ നല്ല രീതിയിൽ ഉറക്കം പോലും ലഭിക്കാത്ത സാഹചര്യം. ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതത്തിലെ മനസമാധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ
സമ്പാദിക്കുന്ന പണമെല്ലാം തന്നെ മരുന്ന് വാങ്ങുന്നതിനും ആശുപത്രി ആവശ്യങ്ങൾക്കുമായി ചിലവഴിക്കുവാനല്ലാതെ ജീവിതത്തിലെ മറ്റുള്ള ഒരാവശ്യങ്ങൾക്കും ഉതകുന്നില്ല. ഇത്തരത്തിൽ ധനനഷ്ടം ഉണ്ടാകുന്നു എന്നതിലുമുപരിയായി ആരോഗ്യമില്ലാത്തതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ ആരോഗ്യ പ്രശ്നം കൊണ്ട് മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുംഭം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പോസിറ്റീവായ തലത്തിലേക്ക് മാറുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ചന്ദ്രമംഗളയോഗത്താൽ തെളിയുന്നത്. അതായത് അസഹനീയമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാർക്ക് പോലും ഈ ഒരു സമയത്ത് ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനും ഒപ്പം തന്നെ മറ്റുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുമുള്ള യോഗമാണ് കാണുന്നത്. ഇനി അതുമാത്രമല്ല, പല ഭാഗത്തു നിന്നുമായി കുംഭം രാശിക്കാരിലേക്ക് ധനലാഭം വന്നു ചേരുകയും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ചില പുതുവഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ശുഭസമയവും കൂടിയായിരിക്കും ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ചയോടെ തെളിയുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില കുംഭം രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ കടബാധ്യതയാണ്. എന്നാൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർക്കും സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളെയും വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്നിട്ടുള്ള ചില കുംഭം രാശിക്കാർക്കും ഈ കുംഭം 1-ാം തീയതി രൂപം കൊള്ളുന്ന ചന്ദ്രമംഗള യോഗത്താൽ ഏറ്റവും ശുഭകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഏറ്റവും മംഗളകരമായ ഒരു സമയത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിലാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി സാമ്പത്തികമായ നേട്ടങ്ങൾക്കും ജീവിതത്തിലെ മറ്റുള്ള ഉയർച്ചകൾക്കും പുറമെ തന്നെ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും വളരെയധികം സന്തോഷം അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടിയായിരിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ചയോടെ തുടങ്ങുന്നത്. ഇനി രണ്ടാമതായി ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരിൽ ചില ആളുകളുടെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ് സത്യം. അതായത് ഈ ഭൂമിയിൽ പിറന്നു പോയത് കൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിൽ ഭൂരിഭാഗം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. കാരണം ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാനായി നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി ജീവിതത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞ ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരികയും മാനസികമായി സ്വയം തകർന്നു പോകുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ മീനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങൾ മാത്രം നിറഞ്ഞതാണ്. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തെ ഇല്ലാതാക്കിയിരുന്നതുമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാനും പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പോകുന്ന സമയമാണ് ഈ കുംഭം 1-ാം തീയതി പിറക്കുന്നതോടെ വന്നു ചേരുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക ഇടപാടുകളിൽ മീനം രാശിക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ ചന്ദ്രമംഗള യോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്
മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനും മറ്റുള്ള പ്രധാനപ്പെട്ട ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനുമെല്ലാം തന്നെ ഏറ്റവും ഭാഗ്യകരമായ ഒരു ദിവസവുമാണ്. അതുപോലെ തന്നെ മീനം രാശിക്കാർ ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തു തന്നെ ആയിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഭാവിയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു സമ്പാദ്യം എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നിങ്ങളെക്കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയും. ഒപ്പം തന്നെ കൈകളിലേക്ക് വന്നു ചേരേണ്ട ചില തുകകൾ തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ വളരെയധികം പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ട് വരുന്ന ചില മീനം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് വരേണ്ട സാമ്പത്തികം കൈകളിൽ വരാത്തതിനാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സാമ്പത്തികം ഇല്ലാത്തതിനാൽ വീടുപണിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു ചെറിയ സ്വന്തമായ വീട് എന്നത്. അത്തരത്തിലുള്ള ഒരു സ്വപ്നത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ കുംഭം 1-ാം തീയതി നിങ്ങൾക്ക് ഭാഗ്യമായി വന്നു ചേരുന്ന ചന്ദ്രമംഗള യോഗം കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹത്തെ ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചില പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഒരു ജോലി എന്നത്. ഇതിൽ പലർക്കും ഒരു വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു ജോലിയെങ്കിലും ലഭിച്ചാൽ മതി എന്ന രീതിയിലാണ് മനസ്സിലെ ആഗ്രഹമെങ്കിലും ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ പോലും ഒരു കർമ്മമേഖലയിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങളെക്കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് സ്വന്തമായി ഒരു ജോലിയില്ലാത്തതിനാൽ വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ചന്ദ്രമംഗളയോഗം ഏറ്റവും ഗുണകരമായാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കുംഭം 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ കുംഭമാസത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാൻ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ ഭാഗ്യം വളരെയധികമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭാഗ്യം നിലനിൽക്കുന്ന ഈ സമയത്തെ നിസാരമായി കാണാതെ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിജയം അച്ചിട്ടാണ്. ഇനി മുൻപ് തന്നെ മറ്റുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കായിരുന്നാലും നിങ്ങളുടെ കർമ്മമേഖലയിൽ പല വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളും ഉണ്ടാവുകയും ഇതുവരെ ലഭിച്ചിരുന്നതിലും മെച്ചപ്പെട്ട ഒരു വരുമാനം നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഒരു പരിധിവരെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ നിങ്ങൾക്ക് ഈ ചന്ദ്രമംഗളയോഗം കൊണ്ട് കഴിയും. ഇനി അടുത്തതായി പ്രത്യേകം പറയേണ്ടത്, ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മീനം രാശിക്കാരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അതായത് ഒരു സമയത്ത് നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും അവിശ്വസനീയമാണ്. കാരണം ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലും കുടുംബ കലഹങ്ങളിലും വരെ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം. ഇതിൽ തന്നെ ചില മീനം രാശിക്കാരാണെങ്കിൽ സ്വന്തം മക്കളെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ട് വരുന്ന മീനം രാശിക്കാർക്ക് ഈ കുംഭം 1-ാം തീയതി പിറക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ പ്രശ്നങ്ങളെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനസമാധാനക്കേടുകളിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയുകയും ചെയ്യും.
അപ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലും സന്തോഷവും സമാധാനവും അധികരിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കളിലൂടെ ചില ശുഭകാര്യങ്ങൾ കാണുവാനുള്ള ഭാഗ്യവും മീനം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് വളരെയധികമാണ്. പ്രത്യേകിച്ച് ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച മക്കളുടെ ചില കലാകായിക മേഖലകളുമായി ബന്ധപ്പെട്ടും പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ഏതൊക്കെയോ മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ മക്കളോ മീനം രാശിയിൽ പിറന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില ശുഭകരമായ അനുഭവങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുംഭമാസത്തിൽ തന്നെ നടക്കും. ഇനി ഈ ചന്ദ്രമംഗളയോഗം കൊണ്ട് വളരെയധികം മാറ്റം ഈ കുംഭം 1-ാം തീയതി പിറക്കുന്നതോടെ വന്നു ചേരുവാൻ പോകുന്നത് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹ കാര്യങ്ങളിലായിരിക്കും. അതായത് വളരെയധികം പരിശ്രമിച്ചിട്ടും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇതുവരെ നടക്കാതിരുന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിവാഹ തടസ്സങ്ങൾ ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരിയായി ചില മെച്ചപ്പെട്ട ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും പല വിധത്തിലുള്ള സന്തോഷങ്ങളും മീനം രാശിക്കാരെ തേടിയെത്തുകയും നിങ്ങളുടെ ദുഃഖങ്ങളെയെല്ലാം മറക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഇത്. ഇനി അടുത്തതായി ഈ കുംഭമാസം 1-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം കൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് ഇടയ്ക്കിടെ ചിന്തിക്കുന്നവരാണ്. കാരണം ഒരിക്കലും ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയാത്തവരാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ജീവിതം കടബാധ്യതകൾ കൊണ്ടും മറ്റുള്ള സമാധാനക്കേടുകൾ നിറഞ്ഞ പല പ്രശ്നങ്ങൾ കൊണ്ടും അത്രയധികം സങ്കീർണമാണ്. ഇതിൽ തന്നെ പല മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും കണ്ണുനീരൊഴിഞ്ഞിട്ട് ഒരു സമയമില്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില സ്ത്രീകൾ കരയാതെ കിടന്നുറങ്ങുന്ന ഒരു ദിവസവുമില്ല. ഒപ്പം തന്നെ ഇപ്പോഴുള്ള ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടാകണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ ഇനിയും പ്രതിസന്ധിയിലേക്ക് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. എന്നാൽ നിങ്ങൾ എത്രയധികം ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ധനുരാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ കുംഭമാസം 1-ാം തീയതി വെള്ളിയാഴ്ച പിറക്കുന്നത് നിങ്ങൾക്ക് ഒട്ടനവധി ഭാഗ്യങ്ങളുമായാണ്. ഏറ്റവും പ്രധാനമായി ഈ കുംഭമാസം 1-ാം തീയതി തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രമംഗളയോഗം കൊണ്ട് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു ഉന്നമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള പല നേട്ടങ്ങളും അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനനേട്ടങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നതായി ഫലപ്രകാരം കാണുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കടം വാങ്ങിയ ചില വ്യക്തികൾക്ക് തിരികെ ആ പണം നൽകുവാൻ കഴിയാതെ ഇപ്പോൾ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കടം വാങ്ങിയ ആ വ്യക്തിക്ക് ആ തുക ഉടൻ തന്നെ തിരികെ നൽകുവാനും അതുപോലെ നിങ്ങൾ കടം കൊടുത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളിലേക്ക് തിരികെ എത്തുവാനും പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പൊതുവെ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ നിന്നെല്ലാം മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇതുവരെ നിലനിന്നിരുന്നതിലും വ്യത്യസ്തമായി ലാഭകരമായ ഒട്ടനവധി അനുഭവങ്ങളായിരിക്കും ഈ ചന്ദ്രമംഗളയോഗത്താൽ വന്നു ചേരുന്നത്. ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ മനസ്സ് നൊന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കുന്നുണ്ട്.
അതായത് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുവാനായി നിങ്ങൾ കയറിയിറങ്ങാത്ത അമ്പലങ്ങളും പള്ളികളുമില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ കുംഭമാസ പിറവിയിൽ നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യം കൊണ്ട് ഈ കുംഭമാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിച്ചു വന്നിരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു. ഒപ്പം തന്നെ ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഈ ഒരു സമയം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ കാണുവാൻ കഴിയും. മക്കളുടെ ഉയർച്ച കാണുവാൻ കഴിയും എന്ന് മാത്രമല്ല, ധനുരാശിയിൽ പിറന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും ഇതുവരെ ഉണ്ടായിരുന്നതിലും അധികമായി നിങ്ങളുടെ മക്കളുടെ സ്നേഹം ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഉണ്ടാകും. ഇനി ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെ മികച്ച ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ചെയ്യേണ്ട ചില പുതിയ കാര്യങ്ങളെപ്പറ്റി തീരുമാനം എടുക്കുവാനും ഒപ്പം തന്നെ ചില പ്രധാന സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് സംബന്ധമായി ചെയ്യുവാനുമുള്ള യോഗവും ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ ഒരു ദിവസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലെ ചില കാര്യങ്ങൾക്ക് എങ്ങനെ പൂർത്തീകരണം കാണണം എന്ന് അറിയാതെ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ ധനുരാശിക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളൊന്നും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചന്ദ്രമംഗളയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ധനുരാശിക്കാർക്ക് പോലും കുംഭം ഒന്ന് പിറക്കുന്നതോടെ ആരോഗ്യം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നത് കാണുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധത്തിലും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിൻ്റെ തുടക്കമാണ് ഈ കുംഭം 1-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന ചന്ദ്രമംഗളയോഗത്താൽ വന്നു ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ഈ കുംഭമാസം പിറക്കുന്ന ദിവസം തന്നെ വളരെയധികം ഭാഗ്യകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ശുഭകാര്യങ്ങൾ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിനും ഗുണകരമാവുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.